പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1. ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി. അയ്യപ്പ ക്ഷേത്രം പെരുന്നാട്. നമ്മൾ കൊടുത്ത താമര അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുക. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതുമല്ല, എല്ലാം പരിചയക്കാരും അമ്പലം നിറയെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് മുങ്ങി. ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ എടുത്ത് വെക്കും. പിന്നെ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ മിക്കവാറും പ്ലാന്റ് എല്ലാം തീർന്നു. നമ്മളിപ്പം നേഴ്സറിയും കൂടെ തുടങ്ങിയോണ്ടാണ് പ്ലാന്റ് തികയാതെ വരുന്നത്. പിന്നെ സ്റ്റാറ്റസിനകത്ത് പ്ലാന്റിൻ്റെ ഫോട്ടോ ഒക്കെ ഇടുമ്പോഴും മിക്കവാറും എല്ലാവരും അന്നേരം തന്നെ ബുക്ക് ചെയ്യും. അതുകൊണ്ട് പ്ലാന്റ് ഇപ്പം അങ്ങനെ തികയാറില്ല. അതാണ് ഞാൻ വലിയ വീഡിയോ ഒന്നും ചെയ്യാത്തത്. ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അത് ആ വീഡിയോയിൽ കൂടെ തന്നെ എൻ്റെ പ്ലാന്റൊക്കെ സെയിലായിട്ട് പോകുന്നുണ്ട്. ഇപ്പം സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വൈറ്റ് പേപ്പർ റോസ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, ഇത് സെയിലിനായിട്ടുണ്ട്. നല്ല മുട്ടുകളോട് കൂടിയതും നല്ല ബുഷായിട്ടുമുള്ള പ്ലാന്റാണ്. ഇത് നിലത്തും വെക്കാം, ചട്ടിയിലും വെക്കാം. നിലത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്ക് വേണ്ട. വല്ലപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുകയോ വല്ല ചാണകപ്പൊടിയോ വളമോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. അതിനാവശ്യത്തിനുള്ള വെള്ളം, വെയിൽ എല്ലാം കിട്ടും. വെള്ളം കൂടിപ്പോകുമെന്ന് പേടിക്കേണ്ട, വെള്ളം കെട്ടിക്കിടക്കുമെന്ന് പേടിക്കേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ റോസയെല്ലാം നിലത്ത് വെക്കുന്നവർക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. എല്ലാവരും എനിക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇട്ട് തരുന്നുണ്ട്. ഞാൻ സ്റ്റാറ്റസും ഇടുന്നുണ്ട്. എനിക്ക് പോലും അത്രയും സൗകര്യമില്ല. എനിക്കാണെങ്കിലും ചട്ടിക്കകത്ത് വെക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല ഹോളുള്ള പോട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ വളങ്ങൾ കൂടുതൽ ഇടുവാണെങ്കിൽ മണ്ണ് മാറ്റി കൊടുക്കണം. ഒരുപാട് വളം ഇട്ട് കഴിയുമ്പോൾ ഈ പഴത്തൊലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഉള്ളിത്തൊലിയൊക്കെ ഇടുന്നവർ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും മണ്ണ് മാറ്റി പുതിയ മണ്ണിടണം. പിന്നെ എക്സോഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആമസോണിലൊക്കെ കിട്ടും ഒരു മരുന്ന്. അത് അടിച്ചു കൊടുക്കാമെങ്കിൽ ഈ മുട്ട് കരിയുന്നതിനും മുട്ട് വിരിയാതിരിക്കുന്നതിനും മുരടിപ്പിനും ഒക്കെ നല്ലതാണ്. കാരണം നല്ലതാണെന്ന് പറയാൻ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ട് തന്നിട്ടുണ്ട് നല്ലതാണെന്ന്. അവർക്ക് നല്ല റിസൾട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഡബിൾ ഡിലൈറ്റിൻ്റെ റോസ, ഈ റോസ ഇപ്പം സെയിലിനായിട്ടുണ്ട്. ഒറിജിനൽ ഡബിൾ ഡി-ലൈറ്റാണ്, നല്ല മണമുള്ള റോസയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതിൻ്റെയൊക്കെ പിന്നെ വീഡിയോ ആയിട്ടേക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്തുള്ള പ്ലാന്റുകളുണ്ട്. നമ്മുടെ എലിസബത്ത് റോസ ഇരിപ്പുണ്ട്. റെഡ് പിനാച്ചിയൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറവാണ്, അധികമില്ല. പിന്നെ ഓർക്കിഡ് റോസ ഒരു 50 എണ്ണം ഇരിപ്പുണ്ട് പൂവുള്ളത്. അത് മിക്കവാറും പകുതിയോളം ഓർഡർ ആയിട്ടുണ്ട്. അതും സെയിലിനായിട്ടുണ്ട്. ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഫോട്ടോയും വിലയും ഒക്കെ ഇട്ട് തരാം. ഈ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇടുന്നവർക്ക് ഞാൻ ഫോട്ടോയും വിലയും ഒക്കെ ഇട്ട് തരാം. ദിവസങ്ങളിൽ അവധി ഉണ്ടെങ്കിൽ കൊറിയർ ചെയ്യാൻ നമ്മൾ താമസിക്കും. കാരണം അതുകൊണ്ടാണ്. അതുപോലെ ഇപ്പം DTDCക്കാർ ഒരു ദിവസമൊക്കെ താമസിച്ച കൊറിയർ വരുന്നത് നേരത്തേനേക്കായിട്ടും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചു ചോദിക്കുകയും ചെയ്തു. അവർ വ്യക്തമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവധിയുള്ള ദിവസങ്ങളിലൊന്നും ഞങ്ങളിപ്പം കൊറിയർ ചെയ്യാറില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്ലാന്റ് എലിസബത്ത് റോസ, ഡബിൾ ഡിലൈറ്റ്, ഓർക്കിഡ് റോസ, ചുമന്ന ബട്ടൺ റോസ, പിങ്ക് ബട്ടൺ റോസ, റെഡ് പിനാച്ചിയോ, അങ്ങനെയുള്ള റോസകളെല്ലാം നമ്മുടെ ഈ സ്ഥിരമായിട്ടുള്ള റോസകളെല്ലാം ഇരിപ്പുണ്ട്. ഒരുപാട് സ്റ്റോക്കില്ലേലും ആവശ്യത്തിനുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം പിന്നെ കോംബോ ഓഫർ കൊടുക്കാനുള്ള പ്ലാന്റ് ഇല്ല. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് കോംബോ ഇടാനുള്ള പ്ലാന്റുകൾ ഉണ്ടാവും. എണ്ണം കുറവായതുകൊണ്ടാണ് കോംബോ ഇടാത്തത്. ബാക്കി എല്ലാ പ്ലാന്റും 1ഉം 2ഉം ഒക്കെ വെച്ചൊക്കെ എല്ലാവർക്കും എടുക്കാനുള്ളത് കാണും. അല്ലാതെ ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പില്ല. അതുകൊണ്ടാണ് കോംബോ ഇടാത്തത്. പ്ലാന്റ് കൊണ്ടുവരുന്നത് ഇപ്പം പെട്ടെന്ന് തീരുന്നുണ്ട്. നമ്മൾ നേഴ്സറി തുടങ്ങിയ പിന്നെയാണ്. മറ്റേന്ന് പറഞ്ഞാൽ കൊറിയർ മാത്രം ഉള്ളത് കൊണ്ട് പ്ലാന്റ് തികയുമായിരുന്നു. അപ്പോൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിലുള്ളതിൻ്റെ റേറ്റും ഫോട്ടോയും ഇട്ട് തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.